ഹായ്. എൻ്റെ ഹായ്ക്ക് വെറും പുച്ഛം മാത്രം തന്നുകൊണ്ട് യേസു നടന്നു പോന്ന ഈ വഴി ഇതൊരു എയർപോർട്ടിനകമാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാമോ? അതെ, ഇത് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട്. വിയറ്റ്നാം യാത്രയ്ക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിന് സിംഗപ്പൂരിൽ 6 അവർ ലേ ഓവർ ഉണ്ടെന്നറിഞ്ഞപ്പോൾ വീഡിയോകൾ മാത്രം കണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ചാങ്കി എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. ടോട്ടൽ 4 ടെർമിനലുകളുള്ള എയർപോർട്ടിൽ ഞങ്ങൾ T1-ലാണ് എത്തിയത്. T1-ൽ നിന്ന് T2-ലേക്ക് മെട്രോയിൽ ഞങ്ങൾ സഞ്ചരിച്ചു. ആ കാണുന്നതാണ് ജുവൽ. ഇതിൻ്റെ ഇടയ്ക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായി. ക്ലോസിംഗ് ദ ഡോർ എന്ന് പറഞ്ഞതും മെട്രോയിലേക്ക് ചാടിക്കയറി. ഞങ്ങൾക്ക് ആർക്കും കയറാനും പറ്റിയില്ല. T1-ൽ നിന്ന് T2-ലേക്ക് തിരിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോ ആണ് ഇപ്പോൾ കാണുന്നത്. ആനിമൽസിൻ്റെ ഏരിയയാണ് ഇത്. യേസു വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ. അത് കഴിഞ്ഞ് അവൻ പ്ലേ ഏരിയയിലേക്ക് പോയി. അവിടെയും അവന് വളരെ ഇഷ്ടപ്പെട്ടു. ബോക്സിംഗ് ഏരിയ, ജമ്പിങ് ഏരിയ, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് സൺഫ്ലവർ ഏരിയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എക്സൈറ്റ്മെൻറ്റ് തോന്നിയതുമായ ഏരിയ ആയിരുന്നു ഈ ഏരിയ. ഇതൊരു എയർപോർട്ട് ആണോ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു അവർ ആ സൺഫ്ലവർ കെയർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ആക്ടിവിറ്റി ഏരിയാസ് യേസുവായിട്ട് ഞാൻ ചെയ്തു. ഒരു വാട്ടർഫോൾ ഡിസ്പ്ലേ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലുമായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത്. ഇതാണ് ബട്ടർഫ്ലൈ ഏരിയ. നിറയെ ബട്ടർഫ്ലൈസ്. ഇനിയാണ് ദ മോസ്റ്റ് അവൈറ്റഡ് ടൈം. ജുവലിനുള്ളിലെ വേൾഡ് ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ. T2-ൽ നിന്ന് T3-ലേക്കുള്ള മെട്രോ യാത്രക്കിടയിൽ നമുക്കിത് കാണാൻ പറ്റും. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ താഴെ എല്ലാവരും നിൽക്കുന്നത് പോലെ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമുക്കെല്ലാം കാണാൻ പറ്റും. ഇത് കണ്ടിട്ട് കൊതി തീരാഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും T3-ൽ നിന്നും T2-ലേക്ക് എഗെയിൻ മെട്രോ എടുത്ത് വീണ്ടും ഒന്നുകൂടെ കണ്ടു. ഇനിയും പല വിസ്മയങ്ങളും ചാങ്കി എയർപോർട്ടിലുണ്ട്. സമയപരിമിതി മൂലം ഞങ്ങൾ ഇത്രയും കണ്ടുകൊണ്ട് നിർത്തി.